എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയൻ പീരീഡിലാണ്. അത് മറന്നു പോകരുത് ഒരു കാരണവശാലും. വിക്ടോറിയൻ പീരീഡിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ വിക്ടോറിയൻ പീരീഡിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകൾ, ആ വിക്ടോറിയൻ പീരീഡിൽ ഇംഗ്ലണ്ട് നിലനിന്നതുകൊണ്ട് ഇംഗ്ലണ്ടിനുണ്ടായ ചില എക്സ്ട്രാ ബെനിഫിറ്റ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതിന് വിട്ടുകളയരുത്. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിനി കാണാൻ പോകുന്നതെന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ചില മൂവ്മെൻറ്റുകൾ, വിക്ടോറിയൻ പീരീഡിലുണ്ടായ ചില പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ, അതിലൊരു വഴിത്തിരിവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അത് ഡാർവിൻ്റെ തിയറിയാണ്. ചാൾസ് ഡാർവിൻ്റെ സെലക്ഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷനും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും, ദെൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഒറിജിൻ ഓഫ് സ്പീഷ്യസിലെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ബ്രില്യൻറ്റ് എന്ന് വിളിക്കാവുന്ന വർക്കായിട്ടുള്ള തിയറി ഓഫ് എവല്യൂഷൻ. ഇപ്പം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. കാരണം ഇങ്ങനത്തെ ചില മൂവ്മെൻറ്റുകളും ചില പുതിയ ചിന്താഗതികളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമായത് ചാൾസ് ഡാർവിനും കൂടിയാണ് ഒരു പരിധി വരെ. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്. ഓക്സ്ഫോർഡ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്താണ്. അത് തന്നെയാണ്, ആ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുള്ളത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മളെപ്പോഴും ഡിക്ഷണറികൾ തപ്പുമ്പോൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന രണ്ട് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് സർവകലാശാല ഹോണററി ഡിഗ്രി കൊടുത്തതായിട്ടൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. ഡോക്ടറേറ്റ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം നമുക്ക് വളരെ ചിരപരിചിതമായിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഓക്സ്ഫോർഡ്. അവിടെ സ്ഥാപിതമായിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് ഓർ ദി ആംഗ്ലോ കാത്തലിക് മൂവ്മെൻറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് മൂവ്മെൻറ്റ് ഓഫ് ദി വിക്ടോറിയൻ ഇംഗ്ലണ്ട്. വിക്ടോറിയൻ പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സംഘടന. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ റിലീജിയസ് ആയിട്ടുള്ളൊരു സംഘടനയുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഓൾറെഡി റിലീജിയന് വളരെ വലിയൊരു സെറ്റ് ബാക്ക് കിട്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു തിരിച്ചടി നേരിട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെ തിരിച്ചുയർത്തെഴുന്നേൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇറ്റ് ബിഗാൻ ഇൻ 1830s by certain brilliant Oxonian clergymen. The best known of them were E.B. Pusey, John Henry Newman and John Keble. In 1833, a series of tracts entitled Tracts for the Times were circulated at Oxford, demanding an even stricter observance of the rituals laid down in the Anglican Book of the Common Prayer. The tracts, which continued to be published till 1841, wanted the Church of England to become more like the Roman Catholic Church through not to accept the authority of the Pope. വളരെ വലിയൊരു മാറ്റം ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് പറയുകയാണ്, നമ്മളുടെ നിലനിൽക്കുന്ന റിലീജിയനിലെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുടെ കൃത്യമായിട്ടുള്ള നടത്തിപ്പും ഒപ്പം തന്നെ റോമൻ കാത്തലിക് ചർച്ചുമായിട്ട് താദാമ്യം പ്രാപിക്കുക, ഒരു കാര്യത്തിൽ ഒഴികെ, നോട്ട് ടു അക്സെപ്റ്റ് ദി അതോറിറ്റി ഓഫ് ദി പോപ്പ്. റോമൻ കാത്തലിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാം, അവരുടെ റിച്വൽസുമായിട്ട് ചേർന്ന് പോവാം, അവരുടെ വിശ്വാസവുമായിട്ട് കൂട്ടു നിൽക്കാം, എല്ലാം ശരി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പോപ്പിൻ്റെ അതോറിറ്റി അംഗീകരിക്കാൻ
ഒരു നിവർത്തിയുമില്ല. കാരണം പോപ്പിന് ആംഗ്ലിക്കൻസിന് താല്പര്യമില്ല. പോപ്പല്ല ഭരിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. തദ്ദേശീയമായിട്ടുള്ള നേതാക്കൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇറ്റലിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അവർ പറയുന്നത് ഞങ്ങളുടെ കാൻറ്റംപററി ആർച്ച് ബിഷപ്പുണ്ട്, ഞങ്ങളുടെ കാര്യം ബിഷപ്പ് നോക്കട്ടെന്നേ, ബിഷപ്പ് തീരുമാനിക്കട്ടെ ആരെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. അതിൻ്റെ മുകളിലൊരു ഭരണാധികാരിയെ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. Those who supported the tracts were called tractarians. അപ്പോൾ ഇവരൊരു ട്രാക്റ്റ്, അതായത് നിയമസംഹിത ഉണ്ടാക്കി ആ നിയമങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രൂപ്പിന് അവർ ട്രാക്ടേറിയൻസ് എന്നൊരു പേരിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് എടുത്തു. The Tractarians sought a renewal of Roman Catholic thought and practice within the Church of England in opposition to the Protestant tendencies of the church. They also disliked the connection between the Church of England and the state. അവർക്ക് രണ്ട് കാര്യങ്ങളിലാണ് പ്രശ്നമുള്ളത്. ട്രാക്ടേറിയൻസ് റിന്യൂവൽ ഓഫ് റോമൻ കാത്തലിക് തോട്ട് ആൻഡ് പ്രാക്ടീസ് വിത്തിൻ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇൻ ദി ഒപ്പോസിഷൻ ഓഫ് ദി പ്രൊട്ടസ്റ്റന്റ് ടെൻഡൻസീസ് ഓഫ് ദി ചർച്ച്. ഇവർ പറയാണ് പ്രൊട്ടസ്റ്റൻസിൻ്റെ നല്ല വിഭാഗത്തെ എടുക്കുക, നല്ല കാര്യങ്ങളെ എടുക്കുക, റോമൻ കാത്തലിസത്തിൻ്റെ നല്ല വശങ്ങളെ എടുക്കുക, എന്നിട്ട് ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ വിഭാഗമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഈ ട്രാക്ടേറിയൻസ് അഥവാ ട്രാക്ട്സ് അംഗീകരിക്കുന്ന ഓക്സ്ഫോർഡിയൻ മൂവ്മെൻറ്റിൻ്റെ താല്പര്യം. പക്ഷേ അവർക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട്. ചർച്ചും സ്റ്റേറ്റും തമ്മിലുള്ള അഗാധമായിട്ടുള്ള ബന്ധം. കാരണം ഇവർ തമ്മിൽ എല്ലാ കാര്യത്തിലും ഒത്തൊരുമിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പം സ്റ്റേറ്റ് വേറെ, ചർച്ച് വേറെ. ക്യൂൺ വിക്ടോറിയ എല്ലാത്തിലും കയറി ഇടപെടുന്നതിനോട് ഇവർക്ക് വലിയ താല്പര്യമില്ല. ചർച്ചിൻ്റെ റിലീജിയസ് ഹെഡാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, സ്റ്റേറ്റിൻ്റെ അല്ല എന്നുള്ളൊരു സ്വരച്ചേർച്ച കൂടി ഇവർക്കുണ്ട്. They feared that the state would one day use its power to weaken the church by suppressing the bishoprics and use the money thus saved for the secular purposes. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ്. ഒരു ദിവസം ചിലപ്പോൾ മതം ഒന്നും അല്ലാതായിത്തീരും. കാരണം സ്റ്റേറ്റ് അവരുടെ സർവ്വശക്തി കൊടുത്തിട്ട് പറയാണ് നാളെ മുതൽ ഇവിടെ മതമൊന്നും വേണ്ട, സ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും, നിങ്ങൾക്ക് വേണ്ട ആരാധനാക്രമം ഉണ്ടാക്കും, അല്ലാതെ നിങ്ങളായിട്ട് പള്ളിയൊന്നും കൊണ്ടു നടക്കണ്ട. എന്നിട്ട് ചർച്ചിൻ്റെ സ്വത്ത് മുഴുവൻ അവർ സെക്യുലറായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരാം. അതുകൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ പവർ കൂടുന്നു എന്ന് കണ്ടപ്പോഴാണ് സ്റ്റേറ്റും റിലീജിയനും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്നിവർ ആവശ്യപ്പെട്ടത്. ദി ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് വാസ് ഓൾസോ കോൾഡ് ഹൈ ചർച്ച് മൂവ്മെൻറ്റ്. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈ ചർച്ച് മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് അറോസ്ഡ് ദ സ്ട്രോങ് പാഷൻ നോട്ട് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ but for the next 50 years. The critics of the movement branded it as an attempt to revive Catholic ritualism. അപ്പോൾ ഇവിടെ ഈ ചർച്ചിൻ്റെ റീഫോർമേഷന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ട് വന്ന സംഘടനയാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്. പക്ഷേ ചില നിരൂപകർ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നു ഇത് ശരിക്കും ചർച്ചിൻ്റെ നല്ലതിന് വേണ്ടി വന്നൊരു ഐഡിയോളജി ഒന്നുമല്ല. ഇവരുടെ ലക്ഷ്യം കാത്തലിസത്തെ എങ്ങനെയെങ്കിലും റിന്യൂ ചെയ്ത് കൊണ്ടുവരണം, അതായത് തിരിച്ചു കൊണ്ടുവരണം ഇംഗ്ലണ്ടിലേക്ക്. അതിനു വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു പ്രകടനമാണ് ഈ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്നാണ് ചിലരൊക്കെ വിമർശിക്കുന്നത്. ഇൻ വൺ ഓഫ് ദി ട്രാക്ട് ന്യൂമാൻ കണ്ടൻറ്റഡ് ദാറ്റ് 39 ആർട്ടിക്കിൾ ഓഫ് ദി ആംഗ്ലിക്കൻ ചർച്ച് ഇൻ 1845 ടു ദ ട്രാക്ടേറിയൻസ് ഡിസ്മേ Newman decided to become a Roman Catholic.
the act of the new man called forth nationwide excitement. Soon, Newman was honored by the Roman Church and was made a cardinal. അപ്പോൾ ഇവർക്ക് തോന്നിയ സംശയം ശരിയായിരുന്നു. ഈ പറയുന്ന പ്രധാനികളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ന്യൂമാൻ. അദ്ദേഹത്തിന് റോമൻ കാത്തലിസത്തോട് ചെറിയൊരു ചായ്വുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ട്രാക്ട്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം റോമൻ കാത്തലിസത്തെ അംഗീകരിക്കണം, അവരെ നമ്മുടെ കൂടെ നിർത്തണം എന്ന് വരെ ഒരു ട്രാക്റ്റിൽ ആവശ്യപ്പെട്ടു. ഇത് ആൾക്കാർക്ക് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം റോമൻ കാത്തലിസത്തെ മുഴുവനായിട്ട് അംഗീകരിക്കാനാണെങ്കിൽ പ്രൊട്ടസ്റ്റാൻറ്റിസം തെറ്റാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇദ്ദേഹം തന്ന ഈ നല്ലൊരു ഓഫർ കാത്തലിക് ചർച്ച് വേഗം റിസീവ് ചെയ്തു. കാരണം ചർച്ചിനറിയാം ഇദ്ദേഹം ചെയ്തത് വലിയൊരു നല്ല കാര്യമാണ്. കാരണം പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നുകൊണ്ട് റോമൻ കാത്തലിസത്തെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ഒരു ഇടവകയുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ കർദിനാളാക്കി മാറ്റി. മെത്രാന് തുല്യമായിട്ടുള്ള പദവി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്തു. മെനി റെപ്യൂട്ടഡ് മെൻ ഓഫ് ഇംഗ്ലണ്ട് ഫോളോഡ് ദ പാത്ത് ഓഫ് ന്യൂമാൻ. The conversion of some great Tractarians to Roman Catholicism retarded the high church movement. ന്യൂമാൻ മാത്രമല്ല, കുറേ പേരും പറഞ്ഞ് കർദിനാൾ പോസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ കളയണ്, ഏത് റിലീജിയൻ ആയാലും എന്താ കുഴപ്പം, ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റി, അതല്ല റോമൻ കാത്തലിസം ആണെങ്കിൽ റോമൻ കാത്തലിസം. കുറേ പേര് വഴിമാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മൂവ്മെൻറ്റിലുള്ള ഭൂരിഭാഗം പേരും മാറി ചിന്തിച്ചപ്പോൾ ഈ മൂവ്മെൻ്റ് ഒരു വലിയ പരാജയമാവാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഇതിൻ്റെ ശക്തി ക്ഷയിക്കാനായിട്ട് തുടങ്ങി. However, it developed under Ibipuse and ritualism gained ground in England. Displeased by the Oxford movement, Queen Victoria induced Disraeli to pass a Public Worship Regulation Act of 1874. This act was designed to put down ritualism, but it did not have much effect. അപ്പോൾ റിച്വലിസം, ആരാധനാ ക്രമവത്സരത്തിൽ മാറ്റം വരുത്താനുള്ള ചിലരുടെ ശ്രമം കണ്ടപ്പോൾ ക്യൂൺ വിക്ടോറിയ വേഗം ഒരു പബ്ലിക് റെഗുലേഷൻ വർഷിപ്പ് ആക്ട് പുറപ്പെടുവിച്ചു 1874. പക്ഷെ അതൊരു വലിയ വിജയമായില്ല. അതിൻ്റെ ചില തീരുമാനങ്ങൾ, അതിലെ ചില നടപടികൾ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയില്ല. ദി ഓക്സ്ഫോർഡ് ഓർ ആംഗ്ലോ കാത്തലിക് മൂവ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി ചർച്ച് ആൻഡ് ദ ഇംഗ്ലണ്ട് ഇൻ മെനി വേയ്സ്. Increased use of ceremony and ritual in church worship, establishment of Anglican monastic community for men and for women, better educated clergy who were more concerned with pastoral care or their church members, prevented the flow of ritual loving Anglican to the Roman Catholic Church. ചില മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് കാരണമായി തീർന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് സെറിമണി, ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു കൂടുതൽ കൊണ്ടുവരാനായിട്ട് കാരണമായി. 2, മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി, അച്ഛന്മാർക്കും വൈദികർക്കും വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, കന്യാസ്ത്രീമാർക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു കമ്മ്യൂണിറ്റി. ബെറ്റർ എഡ്യൂക്കേറ്റഡ് ക്ലർജി, അതൊരു വലിയ ആവശ്യമായിരുന്നു. ക്ലർജിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ അവർക്ക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ചർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കോ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ, നേട്ടമുണ്ടാക്കാവുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും അവരതിലേക്ക് നയിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ലർജിക്ക് നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദെൻ പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് റിച്വൽ ലവിങ് ആംഗ്ലിക്കൻ ടു ദ റോമൻ കാത്തലിക് ചർച്ച്. റോമൻ കാത്തലിക് ചർച്ചിലേക്ക് അധികം ആൾക്കാർ പോകുന്നത് അവിടെ കൂടുതൽ ആരാധന അല്ലെങ്കിൽ ആരാധനാക്രമം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ട്, അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതാണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിൻ്റെ
തുടക്കം കാരണമായി തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയുള്ളത് അടുത്തൊരു കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു ഐഡിയോളജിയാണ് അല്ലെങ്കിൽ മൂവ്മെൻ്റാണ്. അതിൻ്റെ പേരാണ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്. The word socialism was derived from the Latin root sociare, which means to combine or to share. വേർഡിൻ്റെ അർത്ഥം തന്നെ നോക്കുക, ഷെയർ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരുടെയും ഒന്നിച്ച് ചേർക്കുക. സോഷ്യലിസവും പറയുന്നത് അതാണ്. എനിക്ക് ഇടാൻ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷർട്ട് ഉണ്ടായിരിക്കും. അതേസമയം എനിക്ക് 2 ഷർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 2 ഷർട്ട് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ആ രണ്ടാമത്തെ ഷർട്ട് ഉപയോഗിക്കാൻ ഞാൻ അർഹനല്ല, അല്ലെങ്കിൽ ഞാനതിനൊക്കെ കമ്പൈൻ ചെയ്യണം. അതല്ലെങ്കിൽ ഞാനിവിടെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. 2 ഉള്ളവൻ 1 കൊടുക്കട്ടെ എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പോലും പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. ഡിഫൈനിങ് സോഷ്യലിസം ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. The difficulty of defining socialism is apparent to anyone who attempt to study this Protean doctrine. പ്രോട്ടിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരെയാണ് സാധാരണ, സൗത്ത് ആഫ്രിക്കേനെയാണ് പോർട്ടീസ് എന്ന് സാധാരണ വിളിക്കാറ്. അപ്പോൾ ഇപ്പോൾ അവരുടെ ദേശീയ വൃക്ഷോ പക്ഷിയോ എന്തിനോ ബേസ് ചെയ്തിട്ടാണ് പോർട്ടീസ് എന്നവരെ വിളിക്കുന്നത്. ഇത് അവരുടെ ഐഡിയോളജിയാണ്, ആഫ്രിക്കൻസിൻ്റെ ഐഡിയോളജിയാണ്. ഒന്നുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക. ആ ഒരു ഐഡിയോളജി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഈസ് ബിക്കോസ് വാട്ട് സോഷ്യലിസം ഈസ് ഓർ ഈസ് നോട്ട് ഈസ് യൂഷ്വലി എ മാറ്റർ ഓഫ് കണ്ടിന്യൂസ് ഡിബേറ്റ്. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ led to the establishment of capitalist society in which the rich grew richer and the poor became poorer. അപ്പോൾ ഇവിടെ പറയാണ്, ക്യാപിറ്റലിസം തിയറി കൊണ്ടുവന്നപ്പോണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഉള്ളവൻ വീണ്ടും വീണ്ടും ഉള്ളവനായി, ഇല്ലാത്തവൻ എന്നും ഇല്ലാത്തവനായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതൊന്ന് മാറണം എന്നുള്ളൊരാവശ്യം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സോൾവ്ഡ് the question of production. It generated new wealth, but as this new wealth went only to a minority, it could not solve the question of distribution. The laborers were exploited to the maximum. The employer cared little for them. അപ്പോൾ ഇവിടെ തൊഴിലാളിയെ മാക്സിമം ചൂഷണം ചെയ്ത് ക്യാപിറ്റലിസ്റ്റ് പണം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. പാവപ്പെട്ടവന് വേണ്ടി പണിയെടുക്കുന്നതിന് വേണ്ടി ഒന്നും മാറ്റി വയ്ക്കാനോ ഒന്നും നീക്കി വയ്ക്കാനോ ഇവർ തയ്യാറായില്ല. Their sufferings were painful. Women and children were employed for long hours and their condition of work were depressing. Laborers were forced to work in factories established at unhealthy and dirty places and lives in slums. They had no bargaining power and no right to form organizations. അവർ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുക, ഒരുപാട് സമയം വർക്ക് ചെയ്യേണ്ടി വരിക, നല്ല വേതനം അവകാശപ്പെടാൻ കഴിയാതിരിക്കുക, ഒന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത, ഒന്നും മേടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അധകൃത വർഗമായിട്ട് അവർ മാറിപ്പോവുക. In 19th century, socialism arose as a sharp reaction against the exploiting capitalism. The ideology of socialism and communism received much attention in England during the time. The movement emerged against the onslaught of capitalism. The socialists raised voice against the atrocities of the capitalist. ഈ സമയത്താണ് സോഷ്യലിസം എന്ന അവകാശം അല്ലെങ്കിൽ ആവശ്യം ജനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരായി തീരുകയും ഒപ്പം തന്നെ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ബോധ്യം ഉണ്ടാക്കി കൊടുത്തു. ഒപ്പം തന്നെ സോഷ്യലിസം ക്യാപിറ്റലിസം എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ശക്തിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ മറികടക്കാനും തങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതാണ്
ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. എല്ലാം പറഞ്ഞതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ടോ മാത്രം ഒന്നിലേക്കും എത്തില്ല. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി അതെങ്ങനെ നടപ്പിലാക്കി, എന്താണ് ഐഡിയോളജി, എന്താണ് പ്രാക്ടീസ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനും കാണാനും പോകുന്നത്. നമ്മൾ ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇനി പറയാനായിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അധികം സമയം നമ്മൾ കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത്തിരി വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് എടുത്ത് തീർത്ത് അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Socialism is a political and socio-economic doctrine that calls for public rather than the private ownership or control of property and natural resources. According to the socialist view, individuals do not live or work in isolation but live in cooperation with one another. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം തന്നെ ഉണ്ടായിട്ടുള്ളത് ക്യാപിറ്റലിസം എന്ന ആശയത്തെ മറികടക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കാരണം ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സോഷ്യലിസം എന്ന ഐഡിയോളജി രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഐഡിയോളജിയെ ഏറ്റവും മികച്ചതാക്കി കൊണ്ടുവരികയും നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയെ മറികടക്കുകയും വേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തൊഴിലാളികളൊക്കെ ഒരു ചെറിയ ഏരിയയിൽ വളരെ ഐക്യത്തോടു കൂടി ജീവിക്കുന്നൊരു സാഹചര്യമാണ്, അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് പണിയെടുക്കുകയല്ല. Furthermore, everything that people produce is in some sense a social product, and everyone who contributes to the production of a good is entitled to a share in it. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രോഡക്റ്റും ഒരാളുടെ ഒറ്റയ്ക്കുള്ള പരിശ്രമമല്ല, ഇവരുടെ കൂട്ടായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു സിംഗിൾ പ്രോഡക്റ്റാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു ഷർട്ട് ഉണ്ടാക്കാനോ ഒരു ജീൻസ് ഉണ്ടാക്കാനോ പറ്റില്ല. ഞാനതിൻ്റെ പരുത്തിയുടെ ഇത് തിരിച്ചെടുത്തു, അത് മെഷീനിലേക്ക് വിട്ടു, മെഷീൻ അതിനെ നൂലാക്കി നെയ്തെടുത്തു, ആ നൂല് തുണിയായിട്ട് ടെക്സ്റ്റൈൽ മെറ്റീരിയലായിട്ട് പുറത്തേക്ക് വന്നു. ആ വന്ന മെറ്റീരിയലിന് വേറൊരാൾ വെട്ടി ഏതെങ്കിലും സൈസിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു, മറ്റൊരാൾ അതിനെ തയ്ച്ച് സെറ്റ് ചെയ്ത് വെച്ചു, മറ്റൊരാൾ അതിന് ഹോൾ പിടിപ്പിച്ചു, ഒരാൾ ബട്ടൺസ് പിടിപ്പിച്ചു, സെറ്റ് ചെയ്തു, അത് പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെയും ഈ പരുത്തിയെ ശേഖരിക്കുന്നത് വരെയുള്ള ഭാഗം ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കിയ ഷർട്ടാട്ടോ എന്ന്. അതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അതുകൊണ്ട് ഇതൊരു കോൺട്രാക്റ്റാണ്, സോഷ്യൽ കോൺട്രാക്റ്റാണ്. ഒരാൾ മറ്റൊരാളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സൊസൈറ്റി ആസ് എ ഹോൾ therefore should own or at least control property for the benefit of all its members. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ത് തന്നെയായാലും അതിൽ നിന്നുണ്ടാകുന്ന ലാഭം അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി വിധിച്ചു കൊടുക്കണ്ടേ? എനിക്ക് പറയാൻ പറ്റും എനിക്ക് മാത്രമായിട്ട് ആ ലാഭം തരണമെന്ന്, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ എനിക്കങ്ങനെ അവകാശപ്പെടാൻ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതിപ്പോൾ ഒരു മുതലാളിയാണെങ്കിൽ പോലും മുതലാളിക്ക് പറയാൻ പറ്റില്ല ഇതെൻ്റെ പ്രോഡക്റ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതിൽ 3 അയാളുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ ലാൻഡ്, ക്യാപിറ്റൽ, എൻ്റർപ്രണർ ചിലപ്പോൾ ആൾ തന്നെയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ലേബർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. എന്ന് വെച്ച് ഈ പ്രോഡക്റ്റ് എൻ്റെയാണെന്ന് പറയാൻ ക്യാപിറ്റലിസ്റ്റിനും പറ്റില്ല. അവിടെയാണ് സോഷ്യലിസം എന്ന ആശയത്തിന് അല്പം കൂടി പ്രാധാന്യം കൂടുതൽ കിട്ടുന്നത്. കാരണം ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു പ്രോഡക്റ്റും ഉണ്ടാവില്ല. എൻ്റെ കൂടെ ഒരുപാട് പേര് ചേരുമ്പോൾ അതൊരു സിംഗിൾ പ്രോഡക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ലാഭം എന്ത് ചെയ്യണം? എല്ലാവർക്കുമായിട്ട് വീതിക്കണം. ലാഭം മൊത്തം മുതലാളിക്ക്, ഞങ്ങൾക്ക് പണിയെടുത്തതിന് മാത്രമേ കാശുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ല. Socialists complain that capitalism necessarily leads to unfair and exploitative concentrations of wealth and power in the hands of the relative few who emerge victorious from free market competition.
അപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ സമ്പന്നരായിട്ട് മാറും. വെറും സമ്പന്നരല്ല, അതിസമ്പന്നരായിട്ട് മാറും. കാരണം അവർക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എനിക്ക് വേണ്ടതൊക്കെ എനിക്കിവിടെ ലഭ്യമാണ്. എൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്, ഞാൻ ആ പൈസ ഉപയോഗിച്ച് വ്യവസായം തുടങ്ങുന്നു, അവിടെ എനിക്ക് വേണ്ടി പണിയെടുക്കാൻ ആൾക്കാരുണ്ട്, അവർ പണിയെടുക്കുന്നതിൽ നിന്ന് ലാഭം മുഴുവൻ എനിക്കാണ്. ഞാൻ വീണ്ടും റിച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇൻജസ്റ്റിസ് ആണെന്നാണ് അവർ പറയുന്നത്. ദേ യൂസ് ദെയർ വെൽത്ത് ആൻഡ് പവർ ടു റീഇൻഫോഴ്സ് ദെയർ ഡോമിനൻസ് ഇൻ ദ സൊസൈറ്റി. Because such people are rich, they may choose where and how to live, and their choices in turn limit the options of the poor. ഇപ്പം എനിക്ക് തീരുമാനിക്കാം എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം, എന്തൊക്കെ എനിക്ക് സൗകര്യങ്ങൾ വേണം, ഇതൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഞാനങ്ങനെ ഓരോ തീരുമാനങ്ങളും കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് മറ്റൊരാളുടെ അവകാശത്തെയാണ് ഞാൻ ഹനിക്കുന്നത് എന്നുള്ളത് ഇവരാലോചിക്കുന്നില്ല. ഇതാണ് സോഷ്യലിസ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ എനിക്കും കാറ് വേണം. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഞാൻ അധ്വാനിച്ചൊരു ഷർട്ട് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കതിന് ലാഭം കിട്ടിയെങ്കിൽ അതിൻ്റെ ഒരു വീതം ലാഭം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാനതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലേ. ഇതാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജി. Because such people are rich, they may choose where and how to live, and their choices in turn limit the options of the poor. As a result, terms such as individual freedom and equality of opportunity may be meaningful for capitalists. They can only ring hollow for working people who must do the capitalist bidding if they are to survive. As socialists see it, true freedom and true equality require a social control of the resources that provide the basis of prosperity in any society. അപ്പോൾ ഇവിടെ പറയാണ്, കൃത്യമായിട്ട് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നാൽ മാത്രമേ വീക്കറായിട്ടുള്ള സെക്ഷന് ഉയർന്നു വരാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ റിച്ചർ പൊസിഷനിലിരിക്കുന്നവരാരാണോ അവരെപ്പോഴും സാഹചര്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ റിച്ചിൽ നിന്ന് ഹെവി റിച്ചറായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. The origins of socialism as a political movement lay in the Industrial Revolution. Its intellectual roots, however, reach back almost as far as recorded tough. Socialist or communist ideas certainly play an important part in the ideas of ancient Greek philosopher Plato. പ്ലേറ്റോയും ഇതേ ആശയം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട വ്യക്തിയാണ് പ്ലേറ്റോ. അപ്പോൾ പ്ലേറ്റോ പറഞ്ഞതിനെ മറികടന്നുകൊണ്ടാണ് ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് മാറ്റണം, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരണം. ഇപ്പം എൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ടെങ്കിൽ എനിക്ക് ചുറ്റിലുള്ള എല്ലാവരുടെ കയ്യിലും 10,000 വേണം. എന്നാലല്ലേ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ 10,000 ഉള്ളവനൊരു ബിൽഡിങ് തുടങ്ങും, അവിടെ ഒരു വ്യവസായശാല തുടങ്ങും, അവൻ ആൾക്കാരെ പണിക്ക് വെച്ച് അവൻ കൂടുതൽ പൈസ ഉണ്ടാക്കും. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് പ്ലേറ്റോ ഉൾപ്പെടെയുള്ള ഫിലോസഫേഴ്സൊക്കെ പറയുന്നത്. ഹിസ് റിപ്പബ്ലിക് ഡെപിക്റ്റ് ആൻ ഔസ്ട്രി സൊസൈറ്റി in which men and women of the guardian class share with each other not only their few material goods but also their spouses and children. എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, ഇവിടെ സ്ത്രീക്കും പുരുഷനും ഒക്കെ തുല്യ പ്രാധാന്യം. അവരവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷനും ഈക്വൽ ആയിരിക്കും. ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ റിസോഴ്സസ്. ഇതാണ് വേണ്ടതെന്നാണ് പ്ലേറ്റോ പറയുന്നത്. Early Christian communities
also practiced the sharing of goods and labor, a simple form of socialism, subsequently followed in certain forms of monasticism. അത് നമുക്ക് ആശ്രമജീവിതം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ എല്ലാം ഈക്വലാണ്. അവിടുത്തെ ഒരു വൈദികന്, ഒരു സന്യാസിക്ക് സ്വന്തമായിട്ട് ഉടുക്കാൻ വസ്ത്രം ഉണ്ടെങ്കിൽ ആ സന്യാസ സമൂഹത്തിലുള്ള എല്ലാവർക്കും വസ്ത്രം ഉണ്ടാവും. ഒരു ജോഡി ഉണ്ടെങ്കിൽ ഒരു ജോഡി, 2 ജോഡി ഉണ്ടെങ്കിൽ എല്ലാവർക്കും 2 ജോഡി. ഇതാണ് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ എലമെൻറ്റ്. എനിക്കുണ്ടെങ്കിൽ നിനക്കുണ്ട്, നിനക്കുമില്ല എനിക്കുമില്ലെങ്കിൽ ആർക്കുമില്ല. അതൊരു പഴയ കാല ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ, അത് ജീസസ് ക്രൈസ്റ്റ് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഒന്നുള്ളവൻ ഒന്നില്ലാത്തവന് ഒന്നുള്ളവന് രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ എന്ന്. അപ്പോഴല്ലേ ഈക്വാലിറ്റി വരിക. എൻ്റെ കയ്യിൽ 2 ഉടുപ്പുണ്ട്, അപ്പുറത്താണ് ഒരുത്തൻ ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ നിൽക്കുന്നു. ഞാൻ എന്നിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അവന് കൊടുത്താൽ അവൻ്റെ ഒന്ന് എൻ്റെ ഒന്ന്, ഈക്വൽ. ഇതാണ് വേണ്ടത്. Christianity and Platonism were combined in the Thomas More's Utopia, which apparently recommends communal ownership as a way of controlling the sins of pride, envy and greed. Land and houses are common property on More's imaginary island of Utopia. അപ്പോഴാണ് തോമസ് മൂറിൻ്റെ പുസ്തകം വരുന്നത്, ഉട്ടോപ്യ എന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, എല്ലാം എല്ലാവരുടെയും സ്വന്തം. എനിക്ക് സ്വന്തമായിട്ട് വീട്, എനിക്ക് സ്വന്തമായിട്ട് കാറ് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ആ സമൂഹത്തിലുള്ള എല്ലാവരുടെയാണ്. ഒരു കാറുണ്ടെങ്കിൽ ആ കാർ എല്ലാവരുടെയാണ്. എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിടെ, എൻ്റെ വീടില്ല, അവിടെയുള്ള വീടൊക്കെ എല്ലാവരുടെയും പ്രോപ്പർട്ടിയാണ്. അങ്ങനെ വളരെ സമാധാനവും സുരക്ഷിതവും സുന്ദരവുമായിട്ടുള്ളൊരു രാജ്യത്തെക്കുറിച്ചിട്ടാണ് തോമസ് മൂർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ ഉട്ടോപ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തോമസ് മൂർസ് ഉട്ടോപ്യ. തോമസ് മൂറിൻ്റെ ഉട്ടോപ്യ എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ഒരു നല്ല ആശയം, നല്ലൊരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അതൊരിക്കലും നടക്കില്ല. അങ്ങനെ ഒരു ഇമാജിനറി വേൾഡായിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വളരെ തിങ്ക് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് നിൻ്റെ ഉട്ടോപ്യയിൽ തന്നെ നടക്കുള്ളൂ എന്ന് പറയും. ഉട്ടോപ്യ ഇസ് എ സിമ്പിൾ ഓഫ് ആൻ ഇമാജിനറി വേൾഡ് എന്നാണ്. ഒരിക്കലും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ തോമസ് മൂർ ചർച്ച ചെയ്യുന്നത്. മൂർസ് ഉട്ടോപ്യ ഈസ് നോട്ട് സോ മച്ച് എ blueprint for the socialist society. It is a commentary on the failings he perceived in the supposedly Christian society of his day. Religious and political turmoil, however, soon inspired others to try to put utopia ideas into practice. Common ownership was one of the aim of the brief Anabaptist regime in the Westphalian city of Munster during the Protestant Reformation. Several socialist sects sprang up in England in the wake of civil war, chief among them as Diggers, whose members claimed that God had created the world for the people to share, not to divide and exploit for private പ്രോഫിറ്റ്. അപ്പോൾ അവിടെ ഉണ്ടായൊരു പുതിയ ഗ്രൂപ്പാണ് ഡിഗേഴ്സ് എന്നാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ പേര്. അങ്ങനെ ഒരു പേര് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവരുടെ ആശയം, അവർ പറയുന്നത് ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയത്, അല്ലാതെ നമ്മുടെ ഡാർവിൻ പറയുന്ന പോലെ ഇതൊരു സുപ്രഭാതത്തിലെ എവല്യൂഷനായിട്ട് സംഭവിച്ചു വന്ന ഒന്നല്ല. ദൈവം എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് തന്നെയാണ്. പക്ഷെ ദൈവം ഇതൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെയുള്ളതൊക്കെ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളാരും ഉണ്ടാക്കിയതല്ലല്ലോ, ദൈവം ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. എന്നിട്ടൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആണ് ദൈവം ഉദ്ദേശിച്ചത്. പക്ഷേ ചിലരതിനെ സ്വന്തം ലാഭത്തിന് വേണ്ടി, ഇത്രയും സ്ഥലം എൻ്റെയാണ്, ഇവിടെ പണിയെടുക്കണമെങ്കിൽ എനിക്ക് വേണ്ടി പണിയെടുക്കണം, അങ്ങനെ ആക്കി തീർത്തു.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ മാത്രം വലിയ എൻ്റർപ്രണേഴ്സായി, വലിയ ക്യാപിറ്റലിസ്റ്റുകളായി. അപ്പോൾ ദൈവം ഉണ്ടാക്കിയതിനെ വീതിച്ചില്ല, ഈക്വൽ പ്രൊപ്പോർഷനിൽ വീതിച്ചു കൊടുത്തില്ല എന്നുള്ളൊരു പരാതിയാണ്. ഇതാണ് ഈ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. വെദർ ഉട്ടോപ്യൻ ഓർ പ്രാക്ടിക്കൽ, ദീസ് early visions of socialism were largely agrarian. ഉട്ടോപ്യ ആയാലും നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ ഐഡിയോളജികളായാലും ഒക്കെ ഫലത്തിൽ വരികയാണെങ്കിൽ തന്നെ കാർഷിക മേഖലയിലേ വരുള്ളൂ. എനിക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട് കൃഷി ചെയ്യാൻ, അപ്പം നിനക്കും 10 ഏക്കർ സ്ഥലം. അവിടെയാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിഭജനം നടക്കുകയുള്ളൂ. ഇന്ന് കാണുന്ന ഈ സൈബർ യുഗത്തിൽ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അങ്ങേയറ്റത്ത് പോയി നിൽക്കുന്ന ഈ യുഗത്തിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഉദാഹരണത്തിന് ഒരു 4 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള മുകേഷ് അംബാനിയോട് പറയാണ്, താങ്കൾ ഇന്ത്യക്കാർക്ക് എത്ര രൂപ ശമ്പളമുണ്ടോ അല്ലെങ്കിൽ എത്ര സ്വത്തുണ്ടോ ആ ഒരു മിനിമത്തിലേക്ക് താഴണം, താങ്കളുടെ സ്വത്തൊക്കെ ഇല്ലാത്തവർക്ക് വീതിച്ചു കൊടുക്കണം. നടക്കുമോ? അദാനിയോട് പറഞ്ഞാൽ നടക്കുമോ? ലക്ഷ്മി മിത്തലിനോട് പറഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ? അവിടെയാണ് സ്വന്തം നേട്ടത്തിന് വേണ്ടി എല്ലാത്തിനെയും ഉപകാരപ്പെടുത്തുന്നവരുടെ ഒരു ഭീകരമായിട്ടുള്ള ദൃശ്യം നിലനിൽക്കുന്നത്. അവരാണ് ശരിക്കും ഈ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത്. വെദർ ഉട്ടോപ്യൻ ഓർ പ്രാക്ടിക്കൽ, these early visions of socialism were largely agrarian. This remained true as late as French Revolution. By the growth of the Industrial Revolution, the socialist movement took a new turn. The intellectual phase of the socialism was inaugurated by the utilitarians like Jeremy Bentham, James Mill, John Stuart Mill. It was followed by utopian phase. Robert Owen in England and Saint-Simon and Charles Fourier in France were the greatest upholders. അപ്പോൾ ഒരുപാട് പേര്, ജെറമി ബെന്തം, അതുപോലെ തന്നെ ജെയിംസ് മില്ല് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ യൂട്ടിലിറ്റേറിയൻ തിയറിയുമായിട്ട് മുന്നോട്ട് വരികയും അതിനൊരു ചെറിയ സോഷ്യലിസ്റ്റ് ചായ്വ് ഉണ്ടായിരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ യൂട്ടിലിറ്റേറിയൻ തിയറി ഒരു ഉട്ടോപ്യൻ രീതിയാണ്. എന്നിരുന്നാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ റോബർട്ട് ഓവൻസിനെ പോലെയുള്ള നല്ല വ്യക്തികൾ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പോലെ, ട്രേഡ് യൂണിയൻസ് പോലെ തങ്ങളുടെ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ സംവിധാനങ്ങളിൽ തൊഴിലാളികൾക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. സെയിൻറ്റ് സൈമൺ ഡിഡ് നോട്ട് കോൾ ഫോർ പബ്ലിക് ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി. He did advocate public control of property through central planning, in which scientists, industrialists, and engineers would anticipate social needs and direct the energies of society to meet them. Such a system would be more efficient than capitalism, according to Saint Simon. Another early socialist, Robert Owen, was himself an industrialist. He is considered to be the father of English socialism. സെയിൻറ്റ് സൈമൺ ഒരു പരിധിവരെ സോഷ്യലിസ്റ്റ് ഐഡിയയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും എക്സ്പ്ലോയിറ്റീവ് ക്യാപിറ്റലിസത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെ റോബർട്ട് ഓവൻസ് കൃത്യമായിട്ട് സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉണ്ടായിരുന്ന, അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട വ്യക്തി കൂടിയാണ്. ഒപ്പം അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. He is considered as the father of English socialism. Owen first attacked attention by operating textile mill in New Lanark, Scotland. His textile mill were both highly profitable and, by the standard of the day, remarkably humane. No children under the age of 10 were employed. Owen's fundamental belief was that human nature is not fixed but formed. If people are selfish, depraved, or vicious, it is because social conditions have made them so.
change the condition, he argued, and people will change. In 1825, Owen established a model of social organization, New Harmony, on land he had purchased in the US state of Indiana. This was not to be a self-sufficient cooperative community in which property was commonly owned. ഇവിടെ അദ്ദേഹം വളരെ നല്ല കുറേ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറേണ്ടത്. ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ, സ്വന്തം നേട്ടം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ജനങ്ങൾക്ക് സ്വന്തം സ്വത്ത് എനിക്കുണ്ടാക്കണം അങ്ങനെയുള്ളൊരു തോന്നൽ തന്നെ ഇല്ലാണ്ടാവും. അദ്ദേഹത്തിന് ലാഭമുണ്ട്, അദ്ദേഹത്തിൻ്റെ എൻ്റർപ്രൈസ് വളരെ ലാഭത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ ലാഭത്തിനോടൊപ്പം തന്നെ സ്വന്തം തൊഴിലാളികളുടെ ക്ഷേമത്തിന് കൂടി വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ന്യൂ ഹാർമണി ഫെയിൽഡ് വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ്, ടേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ഓവൻസ് ഫോർച്യൂൺ വിത്ത് ഇറ്റ്, ബട്ട് he soon turned his attention to the other efforts to promote social cooperation. The utopian socialist could not put forward any convincing method for eradicating capitalism. They aimed simply to dislodge capitalism without any encounter. The utopian socialist, however, anticipated many of the idea later preached by Karl Marx. അപ്പോൾ മാർക്സ് ഒക്കെ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾക്ക് പിന്നീട് ഈ സോഷ്യലിസ്റ്റ് ഐഡിയ മാറാനായിട്ടും അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ടൊക്കെ കാരണമായി. റോബർട്ട് ഒവൻസ് ഒരു തുടക്കം കുറിച്ചെങ്കിലും കാറൽ മാക്സ് ആണ് അതിനെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് ആണ്. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ചർച്ചിന് വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ അതിൽ നിന്നും ചർച്ചിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് റിച്വൽസിൻ്റെ കടന്നുവരവ് പ്രൊട്ടസ്റ്റാൻറ്റിസത്തിൽ വേണം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ ഒരു ടീം ഉണ്ടാവുകയും അവരൊരു ട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ട്രാക്റ്റ് അംഗീകരിക്കുന്നവരെ ട്രാക്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അതിലെ പ്രധാനികളായിരുന്നവരിൽ ന്യൂമാൻ ഉൾപ്പെടെയുള്ള പലരും അമിതമായി കാത്തലിസത്തെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ക്യാപിറ്റലിസത്തിൽ നിന്നും മികച്ച രീതിയിലുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് ഒരുപാട് പേര് പ്രൊട്ടസ്റ്റാൻറ്റിസം വിട്ട് ക്യാപിറ്റലിസത്തിലേക്ക് വഴിമാറി. എന്നിരുന്നാലും ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ചില പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് കാരണമായി തീർന്നു. പിന്നീട് ചർച്ച ചെയ്തത് സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. സോഷ്യലിസം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഈക്വൽ ഡിവിഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഫോർ ഓൾ ഓവർ ദി സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാം വീതിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം. ഷെയറിങ്, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുന്ന പ്രോസസ്സ്. ഇതാണ് ഈ സോഷ്യലിസത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ നടപ്പിലാക്കി എങ്ങനെയാണ് അതിനുള്ള സാധ്യത ഉണ്ടായത് എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഭാഗത്തിൽ ചർച്ച ചെയ്തത്. നമ്മൾ പലരെയും അതിൽ പരിചയപ്പെട്ടു. ക്രിസ്ത്യാനിറ്റി ആദ്യമേ തൊട്ട് പറയുന്നതാണ് ഈക്വാലിറ്റി, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ കാലം തൊട്ടേ പറയുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് അതുമായിട്ടൊരു ചായ്വുണ്ട്. പിന്നീട് പ്ലേറ്റോ ആണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ. ഇതേ ആശയവുമായിട്ട് മുന്നോട്ട് വന്ന മറ്റൊരു വ്യക്തിയാണ് തോമസ് മൂർ. അദ്ദേഹത്തിന് ഉട്ടോപ്യ എന്ന പുസ്തകത്തിൽ പാലും തേനും ഒഴുകുന്ന സമസ്ത സുന്ദരമായിട്ടുള്ള ഒരു ഭൂമികയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. എന്നാൽ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഇമാജിനറി വേൾഡ്. അതുകൊണ്ട് തന്നെ ഇമാജിനേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉട്ടോപ്യ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു രീതിയും ഉണ്ടാവാനായിട്ട് തുടങ്ങി. പിന്നീട് സോഷ്യലിസവുമായിട്ട് മുന്നോട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് ഒവൻസ്. അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ഐഡിയയും ട്രേഡ് യൂണിയനും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റൊക്കെ വളരെ വലിയ പ്രചാരം ഇംഗ്ലണ്ടിൽ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് സോഷ്യലിസം കടന്നു വന്നത്, ഇനി എന്താണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇനി ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ കാറൽ മാക്സിനെ കാണും. മാക്സ് പറഞ്ഞ സോഷ്യലിസം എന്താണെന്നും അതും നമ്മളിപ്പോൾ പറഞ്ഞ ഉട്ടോപ്യൻ സോഷ്യലിസം ആയാലും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി ആയാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇതുവരെ എടുത്തത് നന്നായിട്ട് പഠിക്കുക, എങ്കിൽ മാത്രമേ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും ശ്രദ്ധിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്ന്
ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.